ഹലോ. അപ്പോൾ നമ്മൾ ആൻഡമാനിലെ അടുത്ത ദിവസം എന്ന് പറയുന്നത് ഭരത്താങ്ങിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റി നിറഞ്ഞൊരു ദിവസമാണ്. ഏകദേശം 3:30ക്കാണ് ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ നിന്നും ഭരത്താങ്ങിലേക്ക് ബസ്സിൽ യാത്രയാവുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കാരണം നമ്മൾ പോകുന്നത് ജാർവ എന്ന് പറയുന്ന ഒരു വിഭാഗം ആദിവാസി സമൂഹം ഉള്ള ഒരു ഏരിയയിലൂടെയാണ്. അതായത് അവർ പിന്നെ മനുഷ്യരെ ആക്രമിക്കും, നരഭോജികളാണെന്നും അതുപോലെ എന്താ പറയുക, അവരുടെ അടുത്തുള്ള കൂർത്ത അമ്പ് വെച്ചിട്ട് നമ്മളെ അമ്പ് ചെയ്ത് കൊല്ലുന്ന കഥകളും അങ്ങനെയൊക്കെ ഉണ്ട്. അവരുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരൊക്കെ താമസിക്കുന്ന അവരുള്ള ആ കാട്ടിലൂടെയാണ് നമുക്ക് ഈ യാത്ര പോകാനുള്ളത്. ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതൊരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് നമ്മൾ ആ കാട്ടിലൂടെയുള്ള യാത്ര വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കോൺവോയ് അടിസ്ഥാനത്തിലാണ് നമ്മൾ യാത്ര പോവുക. നമുക്കൊരു സെക്യൂരിറ്റി പോലെ മുൻപിലും ബാക്കിലും ഒക്കെ വണ്ടികളുണ്ടായിരിക്കും. അതുപോലെ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം പുലർന്നു വരുന്നുണ്ട്, മഞ്ഞെല്ലാം കാണുന്നു, പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു 4:30 ആകുമ്പോഴേക്കും നേരം പുലരും കേട്ടോ. അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെ ഒരുപാട് നേരത്തെയാണ് സൺറൈസ് ഉള്ളത്. അതുപോലെ തന്നെ സൺസെറ്റും നേരത്തെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴേക്കൊക്കെ സൺസെറ്റായി ഇരുട്ടായി തുടങ്ങും. മോർണിംഗ് അതുപോലെ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ലോണം വെളിച്ചമായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊരു 7-7:30 ഒക്കെ പോലെ തോന്നും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടതൊരു 3:30 3:15 ആയിട്ടുണ്ടാവും ഞങ്ങൾ പുറപ്പെട്ട സമയത്ത്. ഇപ്പോൾ ജസ്റ്റ് പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങി. ഒരു 120 കിലോമീറ്ററോളം നമുക്ക് യാത്രയുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ആ യാത്രയുടെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു യാത്രയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭരത്താങ് ഐലൻഡിൽ നമുക്ക് കാണാനുള്ളത് ലൈം സ്റ്റോൺ കേവ്സ് ഉണ്ട്, അതുപോലെ മഡ് വോൾക്കാനും ഉണ്ട്. ഇതെല്ലാമാണ് നമുക്ക് അവിടെ പോയിട്ട് കാണാനുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഏകദേശം 1 അവർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ കുറച്ച് സ്നാക്സൊക്കെ വിൽക്കുന്ന, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ, ചെറിയ ചെറിയ ഷോപ്പുകൾ, തട്ടുകട പോലത്തെ ഷോപ്പുകളുണ്ട്. നമ്മൾ അവിടുന്ന് നമുക്ക് വേണ്ട ഫുഡെല്ലാം കഴിക്കാം. ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ ആ കാട്ടിലൂടെ പോകുന്ന സമയത്തോ മറ്റൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ക്യാമറ അലോ ചെയ്യുന്നില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാമറയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മൾ എടുക്കാനേ പാടില്ല. നിയമപരമായിട്ട് നമ്മൾ നല്ല ബുദ്ധിമുട്ടിലായി പോകും, തടവിലാക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു അവിടെ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന സമയം എടുത്ത് നമ്മൾ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് എന്നല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭരത്താങ് ഐലൻഡിൽ എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇവിടെ കണ്ടല്ലോ, ജാർവ റിസർവ് ഏരിയ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് ക്യാമറയൊന്നും അലോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സമയം ഒരു 1 അവറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു, ഭരത്തങ്ങിലെത്തി. അവിടെ നിന്നൊരു ജങ്കാറിൽ കയറിയിട്ട് നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകാനുള്ള ആ ഭാഗത്തേക്ക് പോകണം. ആ യാത്രയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അതായത് നമ്മൾ ജാർവകളൊക്കെ കണ്ടു. ഞങ്ങൾ കണ്ട ജാർവകൾ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ നല്ല കറുത്ത് കുറുകിയായിട്ടുള്ളൊരു മനുഷ്യന്മാർ. പക്ഷെ അവരുടെ ഡ്രസ്സെല്ലാം ബർമുഡയൊക്കെ ആയിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒക്കെ അവർ നാട്ടിൽ നിന്നൊക്കെ അവർക്ക് ഡ്രസ്സൊക്കെ കിട്ടുന്നത് അവർ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും അവരെ കണ്ടു എന്ന് പറയാം. ഇവരുടെ ഈ ഒരു ജങ്കാറിൻ്റെ എൻജിൻ റൂമും മറ്റുമൊക്കെ ഞാനിങ്ങനെ ആ ഒരു യാത്രയിൽ എടുത്തതായിരുന്നു കേട്ടോ.
ജങ്കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഐലൻഡ്സ് കാണുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ 500-ലധികം ഉണ്ടല്ലോ ദ്വീപുകൾ, ദ്വീപ സമൂഹമാണല്ലോ അത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ടിക്കറ്റൊക്കെ വാങ്ങിക്കുന്നു കൊടുക്കുന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ആളുകൾ നിറയെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ബസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ലോറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെയൊക്കെ ഗ്യാപ്പിലൂടെയൊക്കെ നടന്നും പുറം കാഴ്ച കണ്ടും വീഡിയോ എടുത്തൊക്കെ നടക്കുകയാണ്. ഈ ഒരുപാട് ബസ്സുകൾ ഞാൻ കണ്ടു കേട്ടോ. അവിടെ ഭരത്താങ് ടു ബിജ്ലിപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതും ഈ ജങ്കാർ കടന്ന് പിന്നെ അവർ റോഡ് വേ ആ ഒരു ഏരിയയിലേക്ക് ബിജ്ലിപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട്. ഒരു കുറച്ച് സമയത്തെ യാത്രയുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റോളം ഉള്ളൂ ജങ്കാറിൽ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിലമ്പൂർ എന്നാണ് ശരിക്കും നമ്മൾ എത്തുന്ന ആ സ്ഥലത്തിന് പറയുന്നത്. ജങ്കാർ വഴി നമ്മൾ എത്തുന്ന ആ ഭാഗത്തേക്ക് നിലമ്പൂർ എന്നാണ് പറയുന്നത്. ഇവർ ഈ ജങ്കാർ അടുപ്പിക്കുന്ന ആ കാര്യം ഞാനൊന്ന് വീഡിയോ എടുത്തു, ആ കയറ് എറിയുന്നതും എന്നിട്ട് അവരത് വലിച്ചടുപ്പിക്കുന്നതൊക്കെ കാണാനൊരു കൗതുകം തോന്നി. അപ്പം ഞാനങ്ങനെ അതൊരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അത് കഴിഞ്ഞ് സ്പീഡ് ബോട്ടിൽ ഇനി ഞങ്ങൾ അങ്ങോട്ട് ലൈം സ്റ്റോൺ കേവ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെല്ലാം മാൻഗ്രോവ്, അത് കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെയൊക്കെയാണ് കേട്ടോ പോകാനുള്ളത്. അപ്പോൾ ഓരോ ബോട്ടിലും 8 പേരൊക്കെയാണ്. ആ ബോട്ടിൽ പോകുന്ന ആ 8 പേരെ കൊണ്ടുപോകുന്ന അവർ ഗൈഡ് ചെയ്യും. അവരാണ് പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മളെ കൊണ്ടുപോകുന്നതും കാണിച്ചു തരുന്നതും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതൊക്കെ. അപ്പോൾ അത് ഫുഡെല്ലാം എല്ലാവരോടും പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞു. കാരണം നമ്മളാ പോകുന്ന അവിടെ നിന്ന് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, ഫുഡ് ഐറ്റംസ് ഒന്നും അവിടെ എടുക്കാനൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോളൂ എന്ന് ബോട്ടിൽ നിന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽ 2 സൈഡിലും ഈക്വൽ വെയിറ്റിലൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് കാഴ്ചകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എഴുന്നേറ്റ് നോക്കരുതെന്നും, പിന്നെ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ എടുക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരിങ്ങനെ ഈ കണ്ടൽക്കാടുകൾ അടുപ്പിച്ചാണ് കേട്ടോ ഇങ്ങനെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ശിഖരങ്ങൾ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ക്യാമറ മാറ്റും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഈ ഒരു വാട്ടറിൻ്റെ കളറും ലീഫിൻ്റെ കളറൊക്കെ ഏകദേശം ഒരേപോലെ, അത്രയും ഗ്രീനായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് ഓരോ കൊമ്പുകളൊക്കെ ഇങ്ങനെ താഴ്ന്നായിരിക്കുന്നു. അപ്പോഴേക്കും ഞാൻ ക്യാമറ താഴേക്ക് പിടിക്കും, പിന്നെയും ഉയർത്തി പിടിക്കും. പിന്നെ അടുത്ത ശിഖരം എത്തുമ്പോഴേക്കും നമ്മുടെ തലയും കുനിക്കണം, ക്യാമറയും താഴ്ത്തി വെക്കണം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. പിന്നെ അവിടെയൊക്കെ സ്നേക്സ് ഉണ്ടെന്നും പിന്നെ മുതലകളുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിലൂടെ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്, ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ നടന്നുള്ള കാഴ്ച നല്ല ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ നേരെ പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഒരു പാലം കടന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൈം സ്റ്റോൺ കേവ്സ് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏകദേശം ഒരു 1 കിലോമീറ്റർ 1:20 അത്രത്തോളം കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, അത്രയാണ് നമുക്ക് നടക്കാനുള്ളതെന്ന്. പിന്നെ നമുക്ക് നമ്മുടെ ഗൈഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ശരിക്കും നമ്മൾ തല താഴ്ത്തിയില്ലെങ്കിൽ തലയിൽ മുട്ടിപ്പോവും. ആ ഒരവസ്ഥയിലാണ് ആ പാലത്തിൻ്റെ താഴെ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത്.
നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങി ഇതാ ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒരു ഭയങ്കര രസമായിട്ട് തോന്നി. എല്ലാം വുഡൻ ആണ് കേട്ടോ. ഈ പാലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വുഡൻ പീസസ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണാത്ത ഇനം എന്തൊക്കെയോ മരങ്ങളും തൈകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ റെസ്റ്റിംഗ് ഏരിയാസും നല്ല രസമുണ്ട്. അവിടെ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞിട്ടുള്ള മേൽക്കൂരയും പിന്നെ അതുപോലെ തന്നെ മരത്തിൻ്റെ ചെറിയ എനിക്ക് തോന്നുന്നു മുളയുടെ ഒക്കെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നത് അതിൻ്റെ ചുമരൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. ഒക്കെ നല്ല ഭംഗിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പാടം പോലെ തന്നെ കേട്ടോ ഇവിടെ ഇങ്ങോട്ടൊക്കെ കാണുമ്പോഴൊക്കെ. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. അവരുടെ ചെറിയ വീടുകൾ, കന്നുകാലികളൊക്കെ ഇങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ട് നിറയെ. ശരിക്കും നമ്മുടെ നാട്ടിലെവിടെയോ പോയി കാണുന്ന ഒരു ഗ്രാമാന്തരീക്ഷം. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈംസ്റ്റോൺ കേവ്സിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ വലിയ വേരുകളാണ്. ഈ വഴിയിലൊക്കെ ഇങ്ങനെ വേരുകൾ നിറഞ്ഞിങ്ങനെ പൊങ്ങിയൊക്കെ കിടക്കുക. നമ്മൾ ശരിക്കും താഴേക്ക് നോക്കാണ്ട് നടന്നു കഴിഞ്ഞാൽ വീണു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏരിയ. ഞാനും മൊത്തം ആ ഒരു കാഴ്ച ഞാൻ താഴെയും മുകളിലും ഒക്കെ നോക്കിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി ഓരോന്നും. ഇതാ നമ്മൾ ഏകദേശം ഈ പാറകളൊക്കെ ഈ ഒരു ലൈം സ്റ്റോണിൻ്റെ ആ ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ വെയിലും വെളിച്ചം തട്ടുന്നതുകൊണ്ട് ഇതങ്ങനെ വൈറ്റ് ഒന്നുമല്ല, ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു ഫോർമേഷൻ നടന്നിട്ടുള്ള ഐറ്റം പാറകളാണെന്നുള്ളത്. നമ്മൾ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് അവിടെ പിന്നെ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു. അവരവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഗൈഡ് കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ റിലേറ്റീവ്സിൻ്റെ നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു ഷോപ്പൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് അവർ ഉപ്പിട്ടിട്ടും പഞ്ചസാര ഇട്ടിട്ടും ഇനി ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടും എല്ലാം നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നീറ്റും വൃത്തിയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. നമ്മൾ നോക്കി അപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് അവർ അത് ഉണ്ടാക്കുന്നതും ക്ലീൻ ചെയ്തതും എല്ലാ കാര്യങ്ങളും കേട്ടോ. അതുപോലെ വേസ്റ്റ് ഒന്നും എവിടെ ഇടുന്നില്ല അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് റിഫ്രഷ്ഡായി വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ അവരുടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണുന്നുണ്ട്, റെസ്റ്റിംഗ് ഏരിയാസ് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആ ഒരു എന്താ പറയുക, അതുണ്ടാക്കിയ രീതി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ പാലങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഏകദേശം നമ്മൾ അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ലൈം സ്റ്റോൺ കേവ്സിൻ്റെ ഫോർമേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്കത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ജിയോഗ്രഫിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഏകദേശം ആ ഗുഹാമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാണ്. നല്ല ഇരുട്ടാണ് കേട്ടോ അതിനുള്ളിൽ, നല്ല കൂരിരുട്ടാണ്. അപ്പോൾ ഇവർ ഗൈഡുമാരുടെ കയ്യിലൊക്കെ ടോർച്ച് ഉണ്ട്. അപ്പോൾ ടോർച്ച് വെച്ചിട്ടാണ് ഇവർ നമുക്കതെല്ലാം കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ കൂടെ ദീപ്തി ഉണ്ട്. ദീപ്തിക്ക് ഇത് ഓൾറെഡി അറിയായിരുന്നു ഇവിടെ ഇരുട്ടാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീപ്തി ടോർച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടോർച്ച് കൂടാതെ ഞങ്ങളുടെ കയ്യിലും ടോർച്ച് ഉള്ളതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ കുറേ സമയം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. നല്ല തിളക്കമാണ് കേട്ടോ ഇതിന്. ആ ഒരു ലൈറ്റ് തട്ടുമ്പോഴേക്കും അതിങ്ങനെ ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു വൈറ്റ് കളറിൽ, നല്ല ഭംഗി. നമുക്കിത് എങ്ങനെയാണ് ഇങ്ങനെ ഓരോ തരം രൂപത്തിലായിട്ടുള്ളതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകണം. അവരതിന് ഓരോ രൂപങ്ങൾ പറയുന്നുണ്ട്. നാച്ചുറലി ആയതാണ്, പക്ഷെ അവരത് ഓരോ രൂപം പറയുന്നുണ്ട്. പിന്നെ ഈ മുകളിൽ കാണുന്ന ഹോളുണ്ടല്ലോ, അവർ പറഞ്ഞു ആ ഹോള് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനുള്ളിലേക്ക് ഓക്സിജൻ കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടേക്ക് നടക്കാനും കാണാനും പറ്റുന്നതെന്ന്. ഏറ്റവും മുകളിലായിട്ട് ചെറിയ 2 ഹോളുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ കാണിച്ചു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ അത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹോളുള്ളത് കാരണമാണ് നമുക്കിവിടെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർ പറഞ്ഞു. നല്ല ഉൾഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് തീരെ ഓക്സിജൻ ഇല്ലാത്ത ഫീല് വരും അത്രേ. അപ്പോൾ ഇങ്ങനെ ഈ ഹോളുള്ള കാരണം നമുക്കവിടേക്ക് ഓക്സിജൻ കിട്ടുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങളിങ്ങനെ ഉള്ളോട്ട് പോകുമ്പോഴൊക്കെ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പം അടുത്തായിട്ടാണ് ഞാൻ മഞ്ഞുമൽ ബോയ്സ് മൂവി കണ്ടത് കേട്ടോ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് മൂവി കണ്ട അതേ ഫീലായിരുന്നു എനിക്കിതിനുള്ളിൽ കയറിയപ്പോൾ. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുഹയിലേക്കായിരിക്കുമല്ലോ വീണിട്ടുണ്ടാവും അത്രയും മുകളിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ആ ഓക്സിജൻ കിട്ടുന്ന ആ ഹോളെന്ന് പറഞ്ഞ പോലെയുള്ള അങ്ങനെ ഒരു ഹോളിലൂടെയാണല്ലോ ഇപ്പോൾ അതിൽ സുഭാഷ് വീഴുന്നത്, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു കഥാപാത്രം വീഴുന്നത്. അപ്പോൾ അത് പിന്നെ മഴയും കൂടെ ആയതുകൊണ്ടാണ് അത്രയും ആഴത്തിലേക്ക് അവർക്ക് ഓക്സിജൻ കിട്ടിയെന്നും അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റിയതെന്നൊക്കെ ആ മൂവിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ശരിക്കും എനിക്ക് അത് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ റിയലൈസ് ചെയ്യുന്ന പോലെയായിരുന്നു കേട്ടോ. ഓരോ ഭാഗവും നമ്മളിങ്ങനെ ഓരോ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ചെറിയ ഹോള് പോലെ നമുക്ക് കയറി പോവാം, അത്രയും ഉള്ളോട്ടൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒരു തൂണ് പോലെ കേട്ടോ, പക്ഷേ രണ്ടും കൂടെ ടച്ചില്ല. അപ്പോൾ അവരത് ഒരു പ്രത്യേകം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. താഴേന്ന് ഇങ്ങനെ വന്നിട്ട് അതിലേക്ക് ടച്ച് ഇല്ലാതെയാണ് പിന്നെ മുകളിലെ ഭാഗം വന്ന് നിൽക്കുന്നത്. പിന്നെ അവർ ഒരുപാട് ദൈവിക രൂപങ്ങളുടെ പോലെയും പിന്നെ അങ്ങനെ പല രൂപങ്ങളായിട്ടും ഉള്ള പോലെ അവർ നമുക്കതിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നോർമലി അതിങ്ങനെ ഓരോ രൂപങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിലിങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഡ്രോപ്സ് വരുന്നുണ്ട് കേട്ടോ. വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ മുകളിൽ നിന്ന് ചെറുതായിട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ കൈ നനയുന്ന ഒരു രീതിയിൽ വരുന്നുണ്ട്. ഓരോ ഭാഗവും നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് ഭയങ്കര ക്രിസ്റ്റൽ പോലെയൊക്കെ നമുക്കിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അത് എന്തൊരു മഹാത്ഭുതമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഭാഗവും വൈറ്റിനിടയിൽ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ ഗോൾഡൻ കളറിലുണ്ട് കേട്ടോ. അതവർ നമുക്ക് പ്രത്യേകം കാണിച്ചു തന്നു ആ ഗൈഡ്. ബാക്കി എല്ലാ ഭാഗവും വൈറ്റാണ്. വൈറ്റ് നമ്മളിങ്ങനെ ഷൈൻ ചെയ്യുന്ന വൈറ്റാണ്. നമ്മൾ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആവുമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്തൊക്കെ ബ്ലാക്കായി കാണുന്നുണ്ട്. അപ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല, എന്നാലേ അത് ആ വൈറ്റിലെന്നും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനിടയിൽ ഒരു ഗോൾഡൻ കളറ് അവർ നമുക്ക് പ്രത്യേകം എടുത്ത് കാണിച്ചു തന്നു.
പിന്നെയും ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കും തോറും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ പലതരം ഷേപ്പുകളായിട്ടൊക്കെ ഇത് നിൽക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും, ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഗുഹ ആ രൂപത്തിൽ ഇങ്ങനെ വന്നു എന്നൊക്കെ. അതും സീ സൈഡ് അല്ലല്ലോ, സീ ഒക്കെ കുറേ പോകുന്ന കുറേ ഇങ്ങോട്ട് ശരിക്കും ആ പാടവും എല്ലാം കഴിഞ്ഞ് നടന്ന് വന്ന ഒരു സ്ഥലത്താണല്ലോ ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു അത്ഭുതം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. ഞാനൊരു ചെറിയ കുഞ്ഞു വവ്വാൽ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അവിടെ പാറി കളിക്കുന്നുണ്ട്. കുറേ വവ്വാൽസൊക്കെ ഉണ്ട് ഇവിടെ.
ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയായി, എല്ലാം കണ്ടു, കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ ബോട്ടിൽ തന്നെ നമ്മുടെ തിരിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളെല്ലാവരും നമ്മൾ ആ ഒരു ബോട്ടിൽ ആരൊക്കെയാണോ പോയത് അവരെല്ലാവരും ആ ബോട്ടിലേക്ക് തന്നെ തിരിച്ച് കയറി. നമ്മളെ ഗൈഡ് നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ഭാഗവും നന്നായി നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തന്ന് നല്ല റെസ്പോൺസിബിളായിട്ടുള്ള ഗൈഡുമാരായിട്ട് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മഡ് അല്ല മഡ് വോൾക്കാനോ കാണാൻ പോവാണ് കേട്ടോ. അതൊരു ജീപ്പിലാണ് പോകുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീപ്പിന് 1000 റുപ്പീസാണ്. അതിൽ എത്ര പേര് വരുന്നോ അവർക്ക് നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. ആ 1000 റുപ്പീസ് ഫിക്സ്ഡ് ആണ്. ഞങ്ങൾ 4 പേരായിരുന്നു അപ്പോൾ ആ ജീപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 250 രൂപ വീതമാണ് പിന്നെ ആയത്. അങ്ങനെയാണ് ടോട്ടൽ 1000 തന്നെയാണ്. അതിലിനിപ്പോൾ 6 പേര് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനേക്കാളും നമുക്ക് എമൗണ്ട് കുറയണ പോലെ. അപ്പോൾ ഞങ്ങൾ മഡ് വോൾക്കാനോ കാണാൻ പോകുന്ന വഴിയാണിത്. ഒരു 160 മീറ്ററോളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരുപാട് ഇതളുകൾ പോലെയുള്ള ഇങ്ങനെ ഒരു പനയുടെ ഒരു ഇല പോലെയുള്ള ഈ ഒരു ലീഫ് ഭയങ്കര ഉറപ്പാണ് അത്ര. ഇത് വെച്ചാണ് അവരിങ്ങനെ മേൽക്കൂരയൊക്കെ വീടിന് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അതെല്ലാം ഞങ്ങൾക്ക് ഈ ജീപ്പ് ഡ്രൈവറാണ് പറഞ്ഞു തന്നത്. ഭയങ്കര ഉറപ്പാണ്. 10-11 വർഷം വരെ ഒരു കേടും കൂടാതെ നിൽക്കും അത്രേ ആ ലീഫ്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന മഡ് വോൾക്കാനോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മൈൻഡിൽ എനിക്കൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര ഒരു വോൾക്കാനോ പോലെ അങ്ങനെ എന്തൊക്കെയോ. പക്ഷെ അങ്ങനെയല്ല. ഇത് നമുക്കൊരു സിമെൻറ്റ് മെറ്റൽ മിക്സ് ചെയ്ത പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിങ്ങനെ തിളച്ച് പോലെ ഇങ്ങനെ മറിയുന്ന പോലെ കാണുന്നൊരു ഫീല്. അപ്പോൾ അതിന് ഈ നടുവിൽ ഇങ്ങനെ ആ ഒരു വെള്ളം പോലെ നിന്നിട്ട് അതിങ്ങനെ കുമിള പോലെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാച്ചുറലി ആവുകയാണ്. അപ്പോൾ ഇത് പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെയാണ് അത്രേ ഉള്ളത്. ഇവിടെ പിന്നെ ആൻഡമാനിൽ ഇവിടെയും അതിൽ നിന്ന് ഒലിച്ച് വന്നത് ചൂട് തട്ടിയിട്ട് ഇങ്ങനെ പൊട്ടി വിണ്ട് കിടക്കണ പോലെയുള്ളതാണ് ഇതെല്ലാം കാണുന്നത്.
അതൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ വന്നിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഇതൊക്കെ ചെയ്തത് കാണാൻ. എല്ലാ മരക്കമ്പുകളും ഇലകളും എല്ലാം വെച്ചിട്ട് നാച്ചുറലായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ ഈ മഡ് വോൾക്കാനെല്ലാം കണ്ട് തിരിച്ച് പോരുന്ന വഴി നമ്മളോട് ജീപ്പ് ഡ്രൈവർ പറഞ്ഞു ഇവിടെയൊന്നും അല്ലാണ്ട് കുറച്ചൊരു കാടിൻ്റെ ഉൾഭാഗത്തായിട്ട് വേറെയുണ്ട് മഡ് വോൾക്കാനോ, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെയും നന്നായിട്ട് നമുക്ക് അടുത്ത് നിന്നിട്ട് തന്നെ പോയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ കാഴ്ച. മറ്റടുത്ത് നമ്മളിങ്ങനെ മൊത്തം വേലി കെട്ടിയിട്ട് വേലിയുടെ അപ്പുറം നിന്നാണ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ശരിക്കും നമ്മൾ അതിനടുത്ത് പോയിട്ട് നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ശരിക്കും ഇങ്ങനെ കുമിള വരുന്നത് പോലെ ഉണ്ടായിരുന്നു. ഞാനതൊന്ന് ടച്ച് ചെയ്ത് നോക്കിട്ടോ, പക്ഷേ നമുക്ക് ചൂടൊന്നുമില്ല, തണുപ്പാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അങ്കിള്, നമ്മുടെ ജീപ്പിലുണ്ടായിരുന്ന ഒരു അങ്കിൾ അത് തൊട്ട് നോക്കിയ കണ്ട ധൈര്യത്തിലാണ് ഞാൻ തൊട്ടത്. അതെനിക്ക് എൻ്റെ മനസ്സിലത് നല്ല തിളച്ച് മറിയുന്ന ചൂടായിരിക്കുന്നായിരുന്നു. പക്ഷേ മൂപ്പര് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഒരു ചൂടുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഒന്ന് പോയിട്ട് തൊട്ട് നോക്കി, ഒരു ചൂടുമില്ല. പക്ഷെ നമ്മൾ ആ കയ്യിൽ ആയത് പിന്നെ നമ്മളെ മേലൊന്നും ടച്ച് ആവാതെ വെച്ചു, പിന്നെ കഴുകുക ചെയ്തത്. പെട്ടെന്ന് തന്നെ കൈ കഴുകി വൃത്തിയാക്കി. കാരണം പല ഗ്യാസ് ഫോർമേഷൻസും മറ്റും എല്ലാം കൂടെയൊക്കെ നടന്നിട്ടുള്ള കാര്യമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കിനി വായിലാവുക ഫേസിലാവുക പിന്നെ ആയിക്കഴിഞ്ഞാലും ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് കൈ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുകയാണിപ്പോൾ. ഈ ലീഫാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നു. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം, അതായത് നമ്മുടെ ജങ്കാറിന് വേണ്ടിയിട്ട്. 3 മണിക്കാണ് ഇനി തിരിച്ചങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ അതുവരെ ജങ്കാർ വരുന്നത് വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പഴം വിൽക്കുന്ന ചേച്ചിമാരെ കണ്ടത്. അപ്പോൾ അവരെടുത്ത് ഇതെന്താണെന്ന്, നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ പഴം. അപ്പോൾ എന്താണ് പഴം എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ജ്യൂസ് അടിക്കാനാണ്, നല്ല ടേസ്റ്റാണ്, ഞങ്ങളൊക്കെ ഇതുകൊണ്ട് സർബത്ത് ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ പേര് അവർ പറഞ്ഞത് ബേൽ എന്നാണ്. ഭയങ്കര കട്ടിയുള്ള തോടാണിത്. അത് വലിയ ആ ഒരു എന്താ പറയുക വെയിറ്റ് നോക്കുന്ന ഇത് കട്ടയുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇടിച്ച് പൊട്ടിച്ചതൊക്കെ. എന്നിട്ട് നമുക്കത് കഴിക്കാൻ തോന്നുന്നു. ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു എന്താ പറയുക അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ടേസ്റ്റ് തോന്നി എനിക്ക്. പക്ഷേ ഒരുപാടൊന്നും ടേസ്റ്റൊന്നും അല്ല. ചിലപ്പോൾ അവർ പറഞ്ഞ പോലെ സർബത്തൊക്കെ ഉണ്ടാക്കിയ രസമായിരിക്കും. ഇത് പഴയൊരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അവിടുത്തെ. ഈ സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവിടെ. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു, അടിപൊളിയായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. वक्त के सितम कम हंसी नहीं, आज है यहाँ कल कहीं नहीं, वक्त ही कहे अगर मिल गए कहीं मेरी आवाज़
पहचान है गर याद है ओ नाम गुम. പിന്നെ നമ്മുടെ ജങ്കാറൊക്കെ വന്നു. ജങ്കാറിൽ തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ വന്നിറങ്ങി. നമ്മൾ വന്ന ബസ് ഇതായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ ഡ്രൈവർ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അവിടെയും നല്ല റെസ്റ്റിംഗ് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിരിക്കാനൊക്കെ പറ്റിയ റെസ്റ്റിംഗ് ഏരിയാസ് ഒന്ന് ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ അപ്പുറത്ത് വുഡൻ്റെ ആയിട്ടുള്ള വേറെ ഒന്നും കൂടെ ഉണ്ട്. ഈ പാലൊക്കെ കടന്ന് ഇങ്ങനെ പോയിട്ട് ഈ 2 റെസ്റ്റിംഗ് ഏരിയാസ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നല്ല രസമുള്ള വ്യൂ ഉണ്ടായിരുന്നു ആ ഏരിയയിലൊക്കെ. അത് ആ റെസ്റ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് കാണുന്ന വ്യൂ നല്ല രസമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെയൊക്കെ കണ്ട് ഇരുന്നു. പിന്നെ ഇതാ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ക്യാമറ ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതാ പിന്നെ നമ്മൾ എത്തുന്നത് അവിടെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ സ്നാക്സൊക്കെ രാവിലെ സ്നാക്സൊക്കെ കഴിക്കാനുണ്ടായിരുന്ന ആ സ്ഥലത്താണിപ്പോൾ. ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. രാവിലെ ഞങ്ങൾ പക്ഷേ അവിടെ നിന്ന് ഫുഡൊന്നും വാങ്ങിച്ചിട്ടോ കഴിച്ചിട്ടോ ഇല്ലായിരുന്നു. ചെക്ക് പോസ്റ്റ് ഏരിയ എല്ലാം കഴിഞ്ഞു. ജാർവകളെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. പോകുമ്പോൾ ജാർവകളെ 2-3 സ്ഥലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ പിന്നെ കാണുന്നില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ജാർവാസിൻ്റെ ഏരിയ അല്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പോകുന്ന വഴിയാണ്. ഇവിടെ ഈ ഒരു തരം പ്രത്യേക പുല്ല് കണ്ടപ്പോൾ ഞാനതങ്ങനെ എടുത്തതായിരുന്നു. എന്ത് ചെടിയാണെന്നറിയില്ല, ഒരു ഉണങ്ങി കരിഞ്ഞ പോലെ ഇങ്ങനെ കണ്ടു. അതുപോലെ തന്നെ ഞാൻ വേറൊരു ട്രീ കണ്ടതും തെങ്ങ് പോലെ തന്നെ ഉണ്ട്. പക്ഷെ തെങ്ങല്ല, അത്ര ഉയരത്തിലുമല്ല, എന്നാൽ ഓലയൊക്കെ പോലെ തന്നെ ഈ ഒരു വെള്ളക്കെട്ടിനോട് ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും ഞാൻ ഇത് കഴിഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇനമാണ് ഞാൻ പറഞ്ഞത്. തെങ്ങല്ല അത് ശരിക്കും, പക്ഷേ ഓല പോലെ തന്നെ ഉണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ടിനോട് ഇങ്ങനെ ചാഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി.
നല്ല രസമായിട്ടുള്ള വളരെ കൗതുകകരമായിട്ടുള്ളൊരു യാത്ര കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചെത്തി. ആ ഒരു ബസ് സ്റ്റാൻഡിലെത്തി. ഇത് അവിടെ തിരൂരെന്ന് എഴുതിയിട്ടുള്ള ബസ്സൊക്കെ കണ്ടു. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.